ഞാൻ പറഞ്ഞു, ഞാൻ ഈ സാധാരണ എൻ്റെ അച്ഛൻ അംബാനി അല്ല, റബ്ബർ വെട്ടുകാരനാണ്, എൻ്റെ ഹസ്ബൻഡും അത് തന്നെയാണ്. അപ്പൊ എനിക്ക് കണക്ഷൻ ഒന്നുമില്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന കണക്ഷൻസ് ആണ് കിട്ടുന്നത്. സോഷ്യൽ മീഡിയ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഇത് ചെയ്യുവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വേഷം ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വിളികൾ നമുക്ക് വന്നത്. അല്ലാതെ നമുക്ക് അങ്ങനെ വലിയ ഹൈ കണക്ഷൻ ഒന്നും ഇല്ല. എൻ്റെ കയ്യിലൊരു ഫിലിം ഡയറക്ടറി ബുക്ക് ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൽ നിന്ന് തന്നെ ഫോൺ ഇവരുടെ നമ്പർ എടുത്തിട്ട് വിളിക്കുമ്പോൾ അവർ അവിടെ നിന്നുള്ള ഡയലോഗ് നോക്കിയിട്ട് പറയാം, മോളെ ഇത് കേൾക്കാനല്ലേ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ നോക്കിയിട്ട് പറയാം എന്നല്ലേ വിളിക്കുന്നത്. എന്തിനും എല്ലാവരും കാല് പിടിച്ച് പോകാൻ നമുക്ക് പറ്റുമോ? വരുന്നതാണെങ്കിൽ എനിക്കുള്ളതാണെങ്കിൽ വരും. പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, ഈ ഒരു നാട്ടിൻപുറത്ത് നിന്ന് വന്ന ഞാൻ എന്നെ സംബന്ധിച്ച് 10-13 മൂവി എനിക്ക് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ കിടക്കുന്നുണ്ട് മൂവിയൊക്കെ. തിയേറ്ററിൽ പോയിട്ട് ഒറ്റ ഷോയേ ഉള്ളെങ്കിൽ അത് തിയേറ്ററിൽ പോയിട്ട് എനിക്ക് കാണാൻ പറ്റി. അതുപോലെ ഇപ്പോൾ സിനിമ ഇറങ്ങാത്ത ആൾക്കാർ എന്തോരം ആൾക്കാരുണ്ട്. സിനിമ നല്ല നല്ല സിനിമയിൽ ചെയ്തിട്ട് അത് പുറത്ത് വരാത്ത എത്രയോ സിനിമകൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ഒരു ഷോ ആണെങ്കിൽ എനിക്ക് എല്ലാവരുമായിട്ട്, ഞങ്ങൾ ക്രൂ മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് പോയി തിയേറ്ററിൽ തന്നെ പോയി നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. തിയേറ്ററിൽ റിലീസായ മൂവിയാണ് ഇതൊക്കെ. പക്ഷെ വലിയ അതിനകത്ത് ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും വലിയ ബാനർ അല്ലാത്തതുകൊണ്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയി. അവഞ്ചേഴ്സ്, നോ എവിഡൻസ്, പിന്നെ അമീറിന്റെ ബോബി ബ്രോ, ഇതൊക്കെ യൂട്യൂബിൽ കിടക്കുന്ന മൂവിയാണ്. പിന്നെ സന്തോഷ് സാറിന്റെ ആദ്യയുടെ മകൾ അഞ്ജലി,